സക്സസ്ഫുൾ മാർക്കറ്റിംഗ് സ്ട്രാറ്റജികളുടെ ഒരു ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ നെറ്റ്ഫ്ലിക്സിൻ്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജികൾ ആ ലിസ്റ്റിൽ ഏറ്റവും മുകളിൽ തന്നെ കാണും. ഇന്നത്തെ കാലത്ത് കാര്യങ്ങൾ അഡ്വർടൈസ് ചെയ്യുക എന്നതിനപ്പുറത്ത് ഓഡിയൻസുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ മാത്രമേ ഇന്നത്തെ കാലത്ത് മാർക്കറ്റ് പ്ലേസിൽ തീർത്തും സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കാൻ പറ്റുള്ളൂ. നെറ്റ്ഫ്ലിക്സ് അത്തരം കാര്യങ്ങളിൽ ഒരു പുലി തന്നെയാണെന്ന് പറയാതിരിക്കാൻ വയ്യ. നെറ്റ്ഫ്ലിക്സിൻ്റെ ഇതുവരെയുള്ള ഫേമസ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അവരുടെ പേഴ്സണൽ റെക്കമെൻഡേഷൻസ് എന്ന സ്ട്രാറ്റജി വളരെ പ്രസക്തമാണ്. ഡേറ്റകളും അൽഗോരിതങ്ങളും ഉപയോഗിച്ച് യൂസേഴ്സിൻ്റെ വാച്ചിങ് ഹാബിറ്റുകൾക്ക് അനുസരിച്ച് മൂവീസും ഷോസും ഒക്കെ റെക്കമെൻഡ് ചെയ്യാൻ നെറ്റ്ഫ്ലിക്സിന് സാധിച്ചു. ഈ അപ്രോച്ച് യൂസേഴ്സിൻ്റെ വ്യൂവിംഗ് എക്സ്പീരിയൻസ് മെച്ചപ്പെടുത്താൻ നല്ലപോലെ സഹായിച്ചു എന്ന് തന്നെ വേണം പറയാൻ. പിന്നെയുള്ളത് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത ബിഞ്ച് വാച്ചിങ് കൾച്ചറാണ്. നെറ്റ്ഫ്ലിക്സ് ആണ് ഒരു ഷോവിൻ്റെ മുഴുവൻ സീസണുകളും ഒരുമിച്ച് പുറത്തിറക്കാൻ എന്ന ആശയം കൊണ്ടുവന്നത്. ഇത് വ്യൂവേഴ്സിന് അവരുടേതായ ഒരു പേസിൽ ഷോ കാണാനുള്ള അവസരം ഒരുക്കി കൊടുത്തു. ഈ സ്ട്രാറ്റജി ശരിക്കും ആളുകളുടെ ഇടയിൽ ആൻറ്റിസിപ്പേഷൻ വളർത്താനും അതുപോലെ തന്നെ വേർഡ് ഓഫ് മൗത്ത് മാർക്കറ്റിങ്ങിനും ഒക്കെ ഉപകാരപ്രദമാക്കി. പിന്നെ നെറ്റ്ഫ്ലിക്സ് സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങും വൈറൽ മാർക്കറ്റിങ്ങും ഒക്കെ നല്ല രീതിയിൽ തന്നെ ഉപയോഗപ്പെടുത്താറുണ്ട്. അവർ വളരെ ഐ കാച്ചിങ് ആയിട്ടുള്ള കണ്ടന്റുകൾ ഉപയോഗിച്ച് ഓഡിയൻസുമായിട്ട് നേരിട്ട് എൻഗേജ്മെൻറ്റ് ചെയ്യാറുണ്ട്. ഇത് പുതിയ റിലീസുകളുടെയൊക്കെ സമയത്ത് ആവശ്യമുള്ള ബസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് അവരെ നല്ലപോലെ സഹായിക്കാറുണ്ട്. നെറ്റ്ഫ്ലിക്സ് ശരിക്കും ലോകമെമ്പാടും അതിൻ്റെ സ്ഥാനം ഉറപ്പിക്കുന്നത് 2013-ലാണ്. ആ വർഷമാണ് അവരുടെ ആദ്യത്തെ ഒറിജിനൽ സീരീസായ ഹൗസ് ഓഫ് കാർഡ്സ് അവർ റിലീസ് ചെയ്തത്. അത് ശരിക്കും എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയിൽ തന്നെ വലിയൊരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു. വെറും ഒരു സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിൽ നിന്ന് ഒറിജിനൽ കണ്ടന്റുകളുടെ പ്രൊഡ്യൂസറായി അവർ അതോടെ മാറി. അവരുടെ വളർച്ചയിൽ മറ്റൊരു പ്രധാനപ്പെട്ട മൈൽ സ്റ്റോൺ സംഭവിക്കുന്നത് 2016-ലാണ്. ആ വർഷമാണ് നെറ്റ്ഫ്ലിക്സ് അവരുടെ സർവീസ് 130 രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നത്. അതോടുകൂടി അവരുടെ കോണ്ടന്റുകൾ ലോകം മുഴുവനും ആളുകൾ കാണാൻ തുടങ്ങി. ആൻഡ് ഒരു ഗ്ലോബൽ സബ്സ്ക്രൈബർ ബേസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നെറ്റ്ഫ്ലിക്സിനെ അത് സഹായിച്ചു. ഇന്ന് നെറ്റ്ഫ്ലിക്സ് ലോകത്തിലെ തന്നെ മോസ്റ്റ് റെക്കഗ്നൈസബിൾ ബ്രാൻഡുകളിൽ ഒന്നാണ്. അവരുടെ മൊത്തം സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം ഇപ്പോൾ 200 മില്യണിലും കൂടുതലാണ്. കമ്പനിയുടെ ഇന്നത്തെ വാല്യൂ എന്ന് പറയുന്നതോ ഏകദേശം $200 ബില്യൺ. നെറ്റ്ഫ്ലിക്സിൻ്റെ ഈ മാസീവ് സക്സസിന് പിന്നിലെ ഒരു കാരണം അവർ വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗപ്പെടുത്തിയ അവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജികൾ തന്നെയാണ്. ആൻഡ് ഇന്നത്തെ കാലത്തെ കോമ്പറ്റേറ്റീവ് ലാൻഡ്സ്കേപ്പിൽ ഇത്തരത്തിലുള്ള മാർക്കറ്റിംഗ് ടെക്നിക്കുകൾ എത്രമാത്രം പ്രസക്തമാണെന്ന് നെറ്റ്ഫ്ലിക്സിൻ്റെ സക്സസ് നമുക്ക് തീർച്ചയായും കാണിച്ചു തരുന്നുണ്ട്. സോ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് വെറും ഒരു പ്രൊഡക്റ്റ് സെല്ലിംഗ് മാത്രമല്ല, അത് ആളുകളുമായിട്ട് ഒരു സ്പെഷ്യൽ കണക്ഷൻ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പ്രോസസ്സ് കൂടിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം.